നിങ്ങൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ? കഥ കേൾക്കാൻ ഇഷ്ടമാണ്. കഥ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് ഇങ്ങനെ വല്ലവരും പറയണത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? നിങ്ങളുടെ ചെറിയ കസിൻസിനും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഇങ്ങനെ അഭിനയിച്ചിട്ടും അങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ചെയ്യാറുണ്ടല്ലേ? ഓ. ആ, ഓക്കെ. ഞാൻ ആ, വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി കഥ പറയുന്ന ഒരാളാണ്. ഉം, അപ്പൊ ഞാൻ ചെറിയ കുട്ടികളുടെ മുമ്പില് ഞാൻ സ്ഥിരം ചെയ്യാറുള്ള ഒരു കഥ ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കഥയാണത്. ഇത് കഥ തുടങ്ങാല്ലേ? ശരി, ഓക്കെ. സംസാരിക്കണ്ടല്ലോ, നേരിട്ട് കഥയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ. നോക്കൂ, ഈ കഥ നടന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങള് ചോദിക്കാനുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിനോടോ എന്നോടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളോടും എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പൊ അതിന് മറുപടി പറയൂ? പറയില്ലേ? ഉറക്കെ പറയണം ട്ടോ, എഴുന്നേറ്റ് നിന്നിട്ടൊക്കെ പറയാം. മൈക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നും തരാം. ഓക്കെ. അപ്പോ ഇത് നോക്കൂ, ഇത് ഒരു രാജാവിന്റെ കഥയാണ്. ഇത് ശരിക്കൊരു ആഫ്രിക്കൻ നാടോടി കഥയാണ്. നൈജീരിയയിലത്തെ കഥയാണോ തോന്നുന്നു, അതോ കെനിയനോ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊരു ആഫ്രിക്കൻ നാടോടി കഥ, കേരളത്തിൽ നടക്കുന്ന കഥയായിട്ടും നമുക്ക് പറയാം ഇതിനെ. ഓക്കെ. അപ്പോ ഒരു രാജ്യത്തൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ പേരെന്തായിരുന്നു? പേരോ? പേരറിയില്ല. ആ രാജാവിന് പേരില്ല. കൃത്യമായിട്ട് ഒരു പേരുണ്ടോ എനിക്കറിയില്ല, പക്ഷെ പേരെനിക്ക് അറിയില്ല. ഇത് ഒരു രാജ്യത്തിന്റെ രാജാവെന്നൊന്നും ഈ രാജാവിനെ പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഗ്രാമമാണ്, ഒരു ഗോത്രം. ഈ ആഫ്രിക്കയിലൊക്കെ അങ്ങനെയല്ലേ, ചെറിയ ചെറിയ വില്ലേജസ് ഒക്കെ ഉണ്ടാവും, ഗ്രാമങ്ങളൊക്കെ. ഒരു ഗ്രാമത്തലവനാണ് ഇയാള്. ഓക്കെ, അവിടുത്തെ രാജാവ് അങ്ങനെ പറയാം. അപ്പൊ ഒരു ചീഫാണ്, ഒരു വില്ലേജ് ചീഫാണ്. ഈ ആളെ പേരില്ല, പക്ഷെ എല്ലാവരും വിളിക്കണ ഒരു പേരുണ്ട്. എന്താ അറിയോ? യെസ് ചീഫ് എന്നാണ് എല്ലാവരും വിളിക്കുക. എന്തായിരിക്കും കാരണം? എന്തറിയോ? ആ രാജാവ് എന്ത് പറഞ്ഞാലും ആരും നോ എന്ന് പറയാറില്ല. ഓക്കെ, എല്ലാം അതെ 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 അതെ, വളരെ ശരിയാണ്. യെസ് 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 യെസ്, കറക്റ്റ്, വളരെ ശരിയാണ്. ഇപ്പൊ രാജാവ് എന്തെങ്കിലും ഒരു നല്ലൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ട് നമുക്ക് എന്നാ ഇങ്ങനെ ചെയ്താലോ ചോദിച്ചാൽ എല്ലാവരും പറയും അങ്ങനെ തന്നെ ചെയ്യണം. വളരെ ഗംഭീരമായ ആശയല്ലേ അത്, അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയും. ഒരു ദിവസം ഈ രാജാവിന് ഒരു പ്രശ്നം, ഈ രാജാവിന്റെ ഈ ഗ്രാമത്തില് നല്ല ബുദ്ധിയുള്ള ആൾക്കാര്, ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ രാജാവ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ആൾക്കാരെ വിളിച്ച് അവരോട് ചോദിച്ചിട്ടൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ ഒരു ദിവസം രാജാവിന് ഒരു വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ രാജാവ് കുറച്ച് ആൾക്കാരെ ഒന്ന് വരാൻ പറ്റിയാ നന്നായി, 2-3 പേര് കുറച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തി പ്രശ്നം പറയാൻ വേണ്ടിട്ടേ. ഒന്ന് വരുമോ? ഇത് എന്താണ് പ്രശ്നം എന്നൊന്ന് ചോദിക്കുവോ? പറ്റില്ല. ഓക്കെ, വേണ്ട. ഇപ്പൊ രാജാവ് കുറച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തി. ഇപ്പൊ നോക്കൂ, എനിക്ക് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്ത് തരണം, ഒന്ന് പരിഹരിച്ചു തരണം. എന്താണ് പ്രശ്നം? എന്താ അങ്ങയുടെ പ്രശ്നം? തവളകൾ, തവളകളാണ് എന്റെ പ്രശ്നം. തവളകളോ? അതെന്താ അങ്ങനെ തവളകളുടെ പ്രശ്നം? ഈ തവളകളുടെ ശബ്ദം കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുണ്ടോ? ചിലപ്പോ തോന്നും ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് തവളകള്, ചിലപ്പോ തോന്നും ആ പാടത്തിന്റെ അവിടെ നിന്നാണ് തവളകൾ കരയുന്നത്, ചിലപ്പോ തോന്നും പുഴയുടെ വക്കുന്നാണ് തവളകൾ കരയുന്നത്. എവിടുന്നാന്നറിയില്ലേ, സദാസമയം തവളകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ.
നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുണ്ടോ? നിങ്ങൾക്ക് തവളകളുടെ ശബ്ദം ഒരു ശല്യല്ലേ? അതെ അതെ, ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. വളരെ ശരിയാണ്, വളരെ ശരിയാണ്, വളരെ ശരിയാണ് രാജാവ് പറഞ്ഞത്. ഞങ്ങളിത് കുറച്ചു കാലമായിട്ട് ആലോചിക്കുന്നത്, ഉറങ്ങാൻ തീരെ പറ്റില്ല. അപ്പൊ ഇതിനെന്താ ഒരു പരിഹാരം? ഈ തവളകളെ മുഴുവൻ നിങ്ങൾ കൊന്നൊടുക്കണം. തവളകളെ മുഴുവനും കൊന്നൊടുക്കണോ? എന്റെ പരിസര പ്രദേശത്തെ തവളകളെങ്കിലും നിങ്ങൾ കൊന്നൊടുക്കണം. അല്ലാതെ പറ്റില്ല. എനിക്ക് എന്റെ രാത്രിയിലത്തെ ഉറക്കം വളരെ പ്രധാനം. അപ്പൊ അവര് പറയും, ആ ശരി. കളകളം പാടുന്ന പുഴയുടെ വക്കിൽ, ചെറിയ കുട്ടികൾക്കുള്ള കഥയാണേ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടി കവിതകളൊക്കെ അതിന്റെ ഇടയിൽ ഇടും. എന്നിട്ട് കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കും. നിങ്ങളത് പാടില്ല എന്നറിയും, അതുകൊണ്ട് ഞാൻ തന്നെ പാടാം. ഓക്കെ. കളകളം പാടുന്ന പുഴയുടെ വക്കിൽ ബഹളം കൂട്ടുന്ന ലഹളപ്പട്ടാളം. ഞാൻ തന്നെ എഴുതിയതാണ് കേട്ടോ. ഇങ്ങനത്തെ കവിതകൾ, ഇങ്ങനത്തെ കുട്ടി കവിതകൾ എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറെ പ്രാസൊക്കെ ഒപ്പിച്ചിട്ടുള്ള ആളാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. നിങ്ങൾക്കും ചിലപ്പോ എഴുതാൻ പറ്റും. ഒരെണ്ണം എഴുതി നോക്കണോ? ഞാൻ ഒരു ചാൻസ് തരാം. ഓക്കെ, ഒരു സന്ദർഭമുണ്ട്. അപ്പൊ കുറെ പേര് നോട്ടും പെന്നൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരു കവിതയൊക്കെ എഴുതി നോക്കാട്ടോ. കളകളം പാടുന്ന പുഴയുടെ വക്കിൽ ബഹളം കൂട്ടുന്ന ലഹളപ്പട്ടാളം, കൊന്നൊടുക്കൂ നിങ്ങൾ തവളകളെ വേഗം, സുഗമമാക്കൂ എന്റെ രാത്രിയിലെ ഉറക്കം. അങ്ങനെ എല്ലാവരും 4 പാടും പോയി തവളകളെ ഒക്കെ കൊന്നൊടുക്കി. അന്നത്തെ ദിവസം നോക്കൂ. പക്ഷേ ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്, ആ കൂട്ടത്തിൽ ഒരാള് എല്ലാവരും പറഞ്ഞു തവളകളെ കൊല്ലാം, തവളകളെ കൊല്ലാം, തയ്യാറാണ്. ഒരാള് മാത്രം, അയാളെ കണ്ട നല്ലൊരു ബുദ്ധിമാന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. അയാൾ മാത്രം ഒന്നും പറയണില്ല. അപ്പൊ ഞാൻ പോയിട്ട് അയാളോട് ചോദിച്ചു, രാജാവ് പോയിട്ട് അയാളോട് ചോദിച്ചു, നോക്കൂ എല്ലാവരും പറഞ്ഞു തവളകളെ കൊല്ലാൻ തയ്യാറാണ്, നിങ്ങൾ മാത്രം എന്താ ഒന്നും മിണ്ടാത്തത്? അയാള് പറഞ്ഞു, യെസ് ചീഫ്, എവ്രിതിങ് ഇസ് കണക്റ്റഡ്. എല്ലാം പരസ്പര ബന്ധിതമാണ്, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ആലോചിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. എന്തായാലും എനിക്ക് ഇന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, ഉറപ്പാണ്. കാരണം എന്താ? തവളകളില്ല അല്ലേ? രാജാവ് ഒരു ദിവസം സുഖമായി ഉറങ്ങി, ആഴ്ചകളോളം സുഖമായി ഉറങ്ങി, മാസങ്ങളോളം സുഖമായി ഉറങ്ങി. പിന്നൊരു ദിവസം രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിൽ ഇരിക്കുകയാണ്. ഓ, എന്തോ ആലോചിച്ചിരിക്കുകയാണ്. രാജാവല്ലേ, പലതും ആലോചിക്കാനുണ്ടാവുമല്ലോ. ഓ, കൊതുകോ? അയ്യോ, കൊതുകുകൾ കടിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൊതുകുകൾ കൂടാൻ കാരണം? ഇരിക്കാൻ പറ്റില്ല. അയ്യോ, ഓ ഓ, കൊതുകുകളാണ് ഇവിടെ. ഒരു കൊതുക്, ഇരു കൊതുക്, കൊതുകുകൾ പെരുകുന്നു, വേട്ടയാടുന്ന കൊതുകുകൾ, പാട്ടുപാടുന്ന കൊതുകുകൾ, തുരുതുരാ കൊതുകുകൾ, പലതരം കൊതുകുകൾ. ഓ, രാജാവ് ഉടൻ ആ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി. എല്ലാവരും എത്തി. ഇവിടെ എന്താണ് ഇത്ര കൊതുകുകള്? നിങ്ങൾ എന്താ കൊതുകുകൾ കടിക്കണില്ലേ? അപ്പൊ ഞങ്ങളെ കടിക്കണം. അയ്യോ, കൊതുക് കടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, എന്താണ് അങ്ങ് പറയുന്നത്? വളരെ ശരിയാണ്, കൊതുക് കടിച്ച് നിൽക്കാൻ പറ്റില്ല. വളരെ ശരിയാണ്. എന്താണ് ഇതിന്റെ കാരണം? പെട്ടെന്ന് കൊതുകുകൾ എങ്ങനെയാ അത് വർദ്ധിച്ചത്? ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ അത്. അത് അങ്ങ് തവളകളെയൊക്കെ കൊല്ലാൻ പറഞ്ഞില്ലേ, അപ്പോ കൊതുകുകൾ കൂടി. അയ്യോ, ഇത്ര വലിയൊരു ആപത്ത് വരാനിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്കെങ്കിലും എനിക്കൊരു മുന്നറിയിപ്പ് തരാമായിരുന്നില്ലേ? രാജാവ് ചോദിച്ചു. എല്ലാവരും തല കുനിച്ചു നിന്നു. മറ്റേ ആള്, അയാൾ അതാ അവിടെ ഉണ്ടല്ലോ, ആ ബുദ്ധിമാൻ.
നിങ്ങൾക്കെങ്കിലും പറയായിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ? നിങ്ങൾക്കെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നു. ഇങ്ങനെ കൊതുകുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോ ആ ബുദ്ധിമാൻ പറഞ്ഞു, എവറിത്തിങ് ഇസ് കണക്റ്റഡ്. എല്ലാം പരസ്പര ബന്ധിതമാണ്. അയാൾ പറഞ്ഞിരുന്നു. കഥ കഴിഞ്ഞു. ഓക്കെ. പിന്നെ ചെറിയ കുട്ടികളോടാവുമ്പോ ഇതിന്റെ മെസ്സേജ് ഒക്കെ ചോദിക്കും. നിങ്ങളോട് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു സന്ദേശം? അങ്ങനെയൊക്കെ ചോദിക്കും. ഇതിലെന്താണ് പ്രകൃതിയെ സംരക്ഷിക്കണം, നമ്മുടെ ഫുഡ് ചെയിനിലെ ആവാസ വ്യവസ്ഥ, ഒന്നിന് കോട്ടം തട്ടിയാൽ വേറെ പലതിനെയും അത് ബാധിക്കും, അതൊക്കെ. പിന്നെ അതിൽ വേറെ ഒന്നും കൂടി ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? എന്താണ്? ലിസണിങ്ങിനെ പറ്റിയിട്ടൊരു മെസ്സേജ് ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതിന്റെ. നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും, ലിസൺ ചെയ്യുന്നുണ്ടാവും, പക്ഷെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോപ്പർലി ലിസണിങ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അതാണ് ആദ്യത്തെ കഥ. അപ്പൊ ഈ കഥ ഇങ്ങനെ പറയുമ്പോ എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കഥ പറയാറുണ്ടോ? ഇങ്ങനെ കഥ പറയണത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തിരിച്ച് സംസാരിച്ചല്ലാതെ ഇത് മുന്നോട്ട് പോവില്ല കേട്ടോ. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും പറയണം. ഇങ്ങനെ കഥ പറയുമ്പോ ഇങ്ങനെ കഥ പറയുമ്പോ അത് നല്ലതാണോ? എന്തെങ്കിലും കേട്ടിരിക്കുന്നവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? എന്താണ്? ഒരു കോമാളി നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കണ പോലെ തോന്നിയോ? അതോ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അങ്ങനെ തോന്നിയോ? ഒന്ന് പറയോ ആരെങ്കിലും? എന്താച്ച പറഞ്ഞോളൂ. പറയ മാത്രമേ ഉണ്ടോ? എന്താച്ച പറഞ്ഞോളൂ. വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ കുട്ടികളുടെ മുമ്പിൽ കഥ പറയുമ്പോ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു കോളേജിലൊക്കെ ഇങ്ങനെ കഥ പറച്ചിലിന് വേണ്ടി വന്നതല്ലേ. അപ്പോ കുറച്ചുകൂടി വലിയ ഒരു മുതിർന്ന റൈറ്റർ ടി പത്മനാഭൻ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ കഥകള്? ഇല്ല, വായിച്ചിട്ടില്ല. പ്രകാശം പരത്തുന്ന ഒരു പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നാണല്ലേ. അങ്ങനെ ഒരു കഥയുണ്ട് അദ്ദേഹം എഴുതിയത്. വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ആ കഥ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരും വായിച്ചിട്ടില്ല. അപ്പൊ നന്നായി, ഒരു കണക്കിന് നല്ലതാണ്. അപ്പൊ അത് ഒന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നണത് എന്താച്ചാ, ഈ ചെറിയ കുട്ടികളുടെ കഥ പറച്ചിലാവുമ്പോ കുട്ടികളോട്, വളരെ ചെറിയ കുട്ടികളുടെ കാര്യം ഞാൻ പറയണത്, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളെ പറ്റിയിട്ടല്ല. ചെറിയ കുട്ടികളുടെ മുമ്പില് ഈ കഥ അവതരിപ്പിക്കുമ്പോ, ഏത് കഥകളായാലും കുട്ടി കഥകൾ അവതരിപ്പിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫ്രീഡവും വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന്. എന്തറിയോ? കേട്ടിരിക്കുന്ന കുട്ടികള് ആ കഥ ചിലപ്പോ അംഗീകരിക്കില്ല. നിങ്ങൾ പറയണൊക്കെ ശരിയാണ്, നല്ല രസമുണ്ട് കഥ കേൾക്കാൻ. ചിലപ്പോ കുട്ടികൾ അങ്ങനെ ആവില്ല. എന്താ ഇങ്ങനെ പറയണത്? ഇത് ശരിയാണോ നിങ്ങൾ പറഞ്ഞത്? ഇത് ഇങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. അതാ അങ്ങനെ അങ്ങനെ ചോദിച്ചും കൊണ്ടേയിരിക്കും. അങ്ങനെ ചോദിച്ചും കൊണ്ടിരിക്കുമ്പോ ചിലപ്പോ കഥ മാറ്റേണ്ടി വരും. നമ്മൾ വിചാരിച്ച പോലെ കഥ പോവില്ല. മനസ്സിലായോ? കുട്ടികൾക്ക് അനുസരിച്ചിട്ട് കഥ കുറച്ച് മാറ്റേണ്ടി വരും. അപ്പൊ കഥ മാറ്റാൻ പാടുമോ? ഒരു കഥ നമ്മൾ മാറ്റാൻ പാടുമോ? എന്താ അഭിപ്രായം? മാറ്റാൻ പാടും. പ്രത്യേകിച്ചും കുട്ടികളുടെ കഥകളാണെങ്കിൽ അവിടെ കുട്ടികളാണ് തീരുമാനിക്കേണ്ടത്. ഒരു കുട്ടിക്ക് ഒരു ചിൽഡ്രൻസ് സ്റ്റോറി റൈറ്റർ, ഞാൻ ഒരു ചിൽഡ്രൻ സ്റ്റോറി റൈറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ എഴുതുന്ന കഥകളൊന്നും കുട്ടികൾക്ക് ഇഷ്ടാവില്ലെങ്കിൽ ഐ ആം എ വെരി ബാഡ് ചിൽഡ്രൻ സ്റ്റോറി റൈറ്റർ. ഒരു സംശയമില്ല. ഞാൻ വളരെ പൊട്ട ഒരു എഴുത്തുകാരിയാണ്. ഒരു കഥ ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഒട്ടും എൻജോയബിൾ അല്ല എന്ന് വിചാരിച്ചോളൂ. ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ എനിക്ക് ആ കഥയെ മാറ്റി പറയാം. അതിലെനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എനിക്ക് മുതിർന്നൊരു എഴുത്തുകാരൻ എഴുതിയ ഒരു കഥയില്, ഇപ്പൊ ടി പത്മനാഭൻ, എം ടി വാസുദേവൻ നായർ, എന്റെ സംശയം കേട്ടോ, ടി പത്മനാഭൻ, എം ടി വാസുദേവൻ നായർ, സന്തോഷ് ചിക്കൻ, അങ്ങനെ ആരായാലും വലിയ ആൾക്കാര് എഴുതിയ കഥകളില്
അവരൊരു സ്റ്റാമ്പ് ഉണ്ടാവും, ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാവും അവരുടെ കഥകളിലൊക്കെ. അപ്പൊ ആ സ്റ്റൈൽ ഇപ്പൊ ഒരു ഇളയരാജയുടെ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇളയരാജ കമ്പോസ് ചെയ്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവാറുണ്ടോ ആരുടെയെങ്കിലും പാട്ട്? മനസ്സിലാവാറുണ്ടല്ലേ? അപ്പൊ ആ ആളുടെ ഒരു സിഗ്നേച്ചർ അതിലുണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ ടാമ്പർ ചെയ്യണത് ശരിയാണോ? എനിക്ക് സംശയമുള്ള കാര്യമാണ്. എന്നാ കഥ പറയും വേണം, നമുക്ക് കഥ പറയണം. അപ്പോ അതിനെന്താ ചെയ്യാൻ പറ്റുക? ഏത് രീതിയിലാണ് ആ കഥയെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക? ഒരു മുതിർന്ന റൈറ്റർ, നിങ്ങൾക്കൊക്കെ ഫേവറേറ്റ് റൈറ്റേഴ്സ് ഇല്ലേ? ഇല്ലേ? ആ ഫേവറേറ്റ് റൈറ്റേഴ്സ് എഴുതിയ ഫേവറേറ്റ് സ്റ്റോറീസ് ഇല്ലേ നിങ്ങൾക്കൊക്കെ? ആ കഥ നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നിങ്ങൾ വല്ലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ? പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. അത് അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ അതെന്താണ്? ബൈ ഹാർട്ടിങ് ആണ്. ആ കഥ ഇങ്ങനെ വായിച്ചിട്ട് അതിൽ എഴുതിയതൊക്കെ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത പോലെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു 1-to-1 കമ്മ്യൂണിക്കേഷനിൽ അത് ചിലപ്പോൾ ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. ആ കേട്ടിരിക്കുന്ന ആൾക്കും അത് നല്ലോണം രസിച്ചു എന്ന് വരാം. പക്ഷെ ഒരു പെർഫോമൻസ് ഇത്രയും കുട്ടികളെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു കഥ എടുത്ത് ചെയ്യണം വെച്ചാല് ആ റൈറ്റർ എഴുതി വെച്ച പോലെ ഇങ്ങനെ കാ എന്ന് പറഞ്ഞ ഒരു രസം ഉണ്ടാവും അതിന്. അപ്പൊ ഞാൻ ആദ്യം കഥ ചെയ്യണോ എന്നിട്ട് ഞാൻ എന്താ ചെയ്തത് എന്നുള്ളത് പറയണോ, അതോ എങ്ങനെയാണ് ഞാൻ എങ്ങനെ ആലോചിച്ചിട്ടാണ് ആ കഥ ഞാൻ ചെയ്യാൻ പോണത് അത് ആദ്യം പറയണോ? നിങ്ങൾ പറയണ പോലെ ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു തിയറി ഉണ്ടാവുമല്ലോ. അതായത് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്യണത്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി ഒരു കഥ ഇപ്പൊ തന്നെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ നിങ്ങള്? ആണ്. ഓക്കെ, ഇത് തവളക്കഥ പോലെ ആവില്ല, വേറൊരു തരം കഥയാണത്. അപ്പൊ എന്നാ കഥ തുടങ്ങാം അല്ലേ? യെസ്. നോക്കൂ, ഈ കഥ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഞാൻ എങ്ങനെ അവതരിപ്പിക്കാന്ന്. ഞാൻ ആദ്യമായിട്ടാണ് എങ്ങനെ ഒരു കഥ എടുക്കണതും ചെയ്യണതും. അപ്പോ വളരെ ഓണസ്റ്റ് ആയിട്ട് അതിന്റെ അഭിപ്രായങ്ങള് എനിക്ക് തന്നെ പറഞ്ഞു തന്നാൽ വിരോധമില്ല. എനിക്കിത് താല്പര്യം ഉണ്ട് അറിയണമെന്ന്. ഇഷ്ടായാൽ ഇഷ്ടായി, ഇഷ്ടായില്ലെങ്കിൽ ആയില്ല, എന്തുകൊണ്ടായില്ല, എന്തുകൊണ്ട് ഇഷ്ടായി ഒക്കെ പറഞ്ഞു തരണം കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് അത് ചെയ്യുമ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ച് അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിന്റെ ഇടയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ കഥ തുടങ്ങാം. പിന്നെ എന്റെ വീട്ടിലൊരു കുളമുണ്ട്, കുളം. അപ്പോ ഞാൻ കുട്ടിക്കാലം മുതൽ സ്ഥിരം കേൾക്കാറുള്ള ഒരു തമാശയാണ്. ഞങ്ങളിങ്ങനെ കളിക്കൂട്ടുകാരൊക്കെ കൂടുമ്പോ സ്ഥിരം പറയണ ഒരു തമാശയാണ്. ഒരാൾ കുളത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോയി, നീർക്കോലിയെ കണ്ട് പേടിച്ചോടി. ഓക്കെ, അപ്പൊ കുട്ടിക്കാലത്തൊക്കെ എത്ര തവണ കേട്ടാലും ഇങ്ങനെ ചിരിക്കും അത്. അപ്പോ പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നാണ് അതിലൊരു സത്യമുണ്ട്. കുളത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാൾ എവിടെയായാലും പുഴയിലോ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാള് നീർക്കോലിയെ കണ്ട് പേടിച്ചു പോയി. അതിലൊരു കാര്യമുണ്ട്, എന്താ അറിയോ? ഈ ആത്മഹത്യയൊക്കെ ചെയ്യാൻ പോണ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ടോ? വല്ലപ്പോഴും ആലോചിച്ച് നോക്കിണ്ട്? ഈ കുട്ടി എല്ലാറ്റിനും യെസ് എന്നാ പറയണ. ഓക്കെ, ആലോചിച്ച് നോക്കിണ്ട്? യെസ് ചീഫിന്റെ മകളാണ് അതെ. ഓക്കെ, അപ്പോ ഈ നീർക്കോലി കണ്ട് പേടിച്ചു. ശരിയാണ് കേട്ടോ. ഈ ആത്മഹത്യ ചെയ്യാൻ വിചാരിക്കണവർക്ക് ഒരു നിമിഷ നേരത്തിന്റെ എന്തെങ്കിലും ഒരു മാറ്റം മതിയാവും തോന്നുന്നു ആത്മഹത്യയിൽ നിന്ന് പിന്മാറാൻ. അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അത് ഒരു നീർക്കോലി ആയാലും ശരി. എന്റെ ഒരു കസിൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോ ആത്മഹത്യ ചെയ്യണതിന്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് ഒരു 10:30-കൊക്കെയാണ് വിളിച്ചത്. എന്റെ കസിൻ അന്ന് MAക്ക് പഠിക്കുകയാണ്. തലേ ദിവസം വിളിച്ചിട്ട്, അന്ന് സെൽഫോണൊന്നും ഇല്ല. തലേ ദിവസം വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ലീനയ്ക്ക് ഒന്ന് വരാൻ പറ്റുമോ വീട് വരെ എന്ന് ചോദിച്ചു. അപ്പൊ ഇത്ര രാത്രി നല്ല നേരം വൈകി, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം കേട്ടത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്, അതാണ് മരിച്ചു. ഓക്കെ. അപ്പൊ എന്റെ മനസ്സിൽ അത് എപ്പോഴും ഒരു വല്ലാത്തൊരു എന്താ പറയാ ഒരു അൺഫിനിഷ്ഡ് ഒരു സാധനമായിട്ട് എപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കഥ വല്ലാത്തൊരു എന്താ പറയാ മാനസികമായ ഒരു അടുപ്പം. നിങ്ങൾ എല്ലാരും വായിക്കണം കേട്ടോ ഈ കഥ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി വായിക്കണം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പിന്നെ മരണത്തിനെ പറ്റിയിട്ട് ഞാൻ ധാരാളം ആലോചിക്കാറുണ്ട്, അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കഥ ചെയ്യണം എന്ന് ഒരു വല്ലാത്തൊരു മോഹം തോന്നി. ഓക്കെ. നോക്കൂ, ഈ കഥ നടക്കുന്നത് ഒരു ബീച്ച് സൈഡിലാണ് ആദ്യം ഈ കഥ നടക്കുന്നത്. ഇതിലത്തെ പ്രധാന കഥാപാത്രമായി മാറിയിട്ടാണ് ഞാൻ ഈ കഥ പറയാൻ പോണത്. അങ്ങനെ ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഒരു ദിവസം വൈകുന്നേരം ഞാൻ കടൽക്കരയിലെത്തി. അവിടെ നിറച്ച് കാറ്റാടി മരങ്ങളാണ്. കടൽക്കരയിൽ നിറച്ച് കാറ്റാടി മരങ്ങളാണ്. ആ കാറ്റാടി മരങ്ങളിലേക്ക് അടിയിൽ കാറ്റ് കൊണ്ട് ഇരിക്കണം ഞാന്. ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാൻ അവിടെ വരുന്നത്. എന്റെ നഗരത്തില് ഈ കടൽ തീരത്ത് ഈ ബീച്ച് സൈഡിൽ ഞാൻ ഒരു കൊല്ലത്തിന് ശേഷമാണ് വരണത്. ഓക്കെ. നോക്ക്, ഇവിടെ ഞാൻ ഇരിക്കുമ്പോ അവിടെ എനിക്കൊരു കോട്ട കാണാനുണ്ട്. ആ പാറക്കെട്ടിന്റെ മീതെ ഒരു കോട്ട. കുട്ടിക്കാലത്ത് എനിക്ക് എന്താ തോന്നാന്നറിയോ ആ കോട്ട കാണുമ്പോ? ഇത് ആരാ ഉണ്ടാക്കിയതാവോ? എത്ര കാലായാവോ ആ കോട്ട അവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? കറുത്ത കോട്ട. എനിക്ക് ആ കോട്ട വലിയ ഇഷ്ടം. ചിലപ്പോ ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ ആ കോട്ട അവിടെ ചിലപ്പോ ഉണ്ടാവും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കുട്ടിക്കാലത്ത്. എന്താന്നറിയില്ല, അതേപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നണത് ആ കോട്ട കാണുമ്പോ. എനിക്ക് ഈ നഗരം വലിയ ഇഷ്ടമാണ്. ഞാൻ ഈ നഗരത്തിൽ വെച്ചിട്ടാണ് പുതിയൊരു മനുഷ്യനായത്. അതറിയോ നിങ്ങൾക്ക്? ഞാൻ പുതിയൊരു മനുഷ്യനായത് ഈ നഗരത്തിൽ വെച്ചിട്ടാണ്. ഇവിടുത്തെ അമ്പലം, ഇവിടുത്തെ മൈതാനം, ഇവിടുത്തെ പള്ളി എല്ലാം എനിക്കറിയാം. എല്ലാ എല്ലാ സ്ഥലത്തും എപ്പോഴും സഞ്ചരിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ ഇവിടെ അല്ല സ്ഥിരതാമസമെങ്കിലും ഈ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ കാണാറുണ്ട്. ഓക്കെ. ആ കോട്ട ഞാൻ നേരിട്ട് കാണില്ലെങ്കിലും എത്ര മനക്കോട്ടകളാണ് ഞാൻ കെട്ടാറെന്നറിയോ ഈ സ്ഥലത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്. ഈ ബീച്ച് നോക്കൂ, വൈകുന്നേര സമയത്ത് കാറ്റ് കൊള്ളാനൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോ നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ വളരെ സന്തോഷവാനായിട്ടുള്ള ഒരാളാണെന്ന്? ഭയങ്കര ഹാപ്പിയാണോ ഞാൻ? അല്ല, ഞാൻ അത്ര സന്തോഷവാനായിട്ടുള്ള ഒരു മനുഷ്യനല്ല. എനിക്ക് ചെറുതായിട്ടൊരു സൂയിസൈഡൽ ടെൻഡൻസി, ആത്മഹത്യാ പ്രവണത അതുള്ള ഒരാളാണ് ഞാൻ. അതെന്താ അങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചാലേ എനിക്ക് അതിന് കൃത്യമായിട്ട് മറുപടി ഒന്നും പറയാറില്ല. ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്തുകൊണ്ടാ ആത്മഹത്യ ചെയ്യാൻ തോന്നണത്. എന്റെ വിചാരം എന്താണെന്നറിയോ? ഇപ്പൊ കുട്ടി എന്നെ നോക്കല്ലേ, എന്റെ വിചാരം എല്ലാവരും എന്റെ നാശമാണ് ആഗ്രഹിക്കണെന്നാണ് എന്റെ വിചാരം. ഇവിടെ ഇരിക്കണ എല്ലാവരും എന്റെ നാശമാണ് ആഗ്രഹിക്കണെന്നാണ്. എപ്പോഴും എന്താന്നറിയില്ല, ഒരു സംശയത്തിന്റെ തീപ്പന്തം അതാണ് എന്റെ മനസ്സിൽ എപ്പോഴും. അങ്ങനെ ഒരു സ്വഭാവമാണ് ഞാന്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെയും ഈ നഗരത്തില് വന്നത്. എന്തിനാ വന്നതെന്നറിയോ? ഒരാളെ അന്വേഷിച്ചു വന്നതാ. ഒരു പെൺകുട്ടി. ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു മനുഷ്യനായത് ഇവിടെ വെച്ചിട്ടാണ്. അത് ഒരു പെൺകുട്ടിയെ കാണാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പറയാം, ഈ ബീച്ചില് സന്ധ്യ സമയം ആൾക്കാർക്കൊക്കെ പോവാൻ ധൃതിയാണ് തോന്നുന്നു. വയസ്സായ ആൾക്കാരൊക്കെ വേഗം വീട്ടിൽ പോടും. മഞ്ഞ് വീഴണേന് മുമ്പേ മഫ്ലർ കെട്ടി അവരൊക്കെ വീട്ടിൽ പോകും. ചെറുപ്പക്കാർക്ക് ധൃതിയൊന്നുമില്ല. അവര് പിന്നെയും വർത്തമാനം പറഞ്ഞ് സന്ധ്യ ആവണത് നോക്കി അവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. നോക്കൂ, പണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് വിചാരിക്കും അറിയോ? സന്തോഷിക്കാൻ മാത്രം അറിയണ കുറെ ആളുകൾ. ഈ സന്തോഷം എനിക്കിപ്പറിയാം, അങ്ങനെ സന്തോഷം ഒന്നും ആർക്കും
ആഹ്ലാദം എന്നൊരു അവസ്ഥയൊന്നും ആർക്കും ഇല്ല. അതെനിക്കിപ്പൊ അറിയാം. നമ്മളൊക്കെ എന്തൊക്കെയോ മുഖം മൂടി എടുത്തണിഞ്ഞ് ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ആൾക്കാരാണ് നമ്മളൊക്കെ. ഏ ഒരു കാര്യട്ടോ, ചെറിയൊരു കാര്യണ്ട് എന്റെ കയ്യില്. ഇതൊന്ന് അഴിച്ചുതരാൻ പറ്റും? ഇതൊന്ന്, ഇത് നിറയെ കുരുക്കുകളാണ്, ഒന്ന് അഴിച്ചു തരുമോ? പറ്റില്ലേ? ബുദ്ധിമുട്ടാണോ? ആ, അതാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയില്ലേ, റിലേഷൻഷിപ്സ് അഴിക്കാൻ പറ്റാത്ത കുരുക്കുകളാണ് എന്നായിരുന്നു എന്റെ പണ്ടത്തെ വിചാരം. അത് ശ്രമിച്ചാൽ അഴിക്കാൻ പറ്റും. നോക്കൂ, ഈ സാറ് പറഞ്ഞ പോലെ ഇതൊരു സൂചകമാണ്, ഇത് ഒരു സൂചകമാണ് ബന്ധങ്ങളുടെ. ഇത് ശ്രമിച്ചാൽ അഴിക്കാൻ പറ്റും, അതെനിക്കിപ്പൊ അറിയും. ബന്ധങ്ങളൊക്കെ അഴിച്ചു മാറ്റാൻ പറ്റുന്ന കുരുക്കുകളാണ്. ഓക്കെ, ഞാൻ കുട്ടിയുടെ കയ്യിൽ തന്നു, അഴിച്ചു മാറ്റാൻ പറ്റുണ്ടോ? എന്റെ കയ്യിലും ഉണ്ട് ഇങ്ങനെ 100,000 കുരുക്കുകള്. ഞാൻ ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടില്ല. പ്രകാശം പരത്തുന്ന ആ കുട്ടിയുടെ ചിരിയാണ് ഇപ്പൊ കേട്ടത്. ഞാൻ ആ കുട്ടിയെ തെരഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ആ കുട്ടിയെ നോക്കിയിട്ടാണ് ഇവിടെ വന്നത്. നോക്കൂ, ആ കുട്ടിയുടെ ചിരിയല്ലേ കേട്ടത്? ശരിക്കും ആ കുട്ടി വന്നോ? അതോ എന്റെ മനസ്സ് ആ കുട്ടിയെ പുനഃസൃഷ്ടിക്കുകയാണോ? 1 കൊല്ലം മുമ്പേ ഞാൻ കണ്ട കുട്ടിയെ എന്റെ മനസ്സ് വീണ്ടും ഉണ്ടാക്കുകയാണോ? എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആ കുട്ടിയെ എന്റെ മനസ്സിന്റെ മുമ്പിൽ കാണുന്നുണ്ട്. അത് ആ കുട്ടി വരുന്നു. പണ്ട് ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ധാവണിയൊക്കെ കൊടുത്ത്, പൂക്കളൊക്കെ ഉള്ള ഒരു ധാവണിയൊക്കെ കൊടുത്തിട്ടാണ് ആ കുട്ടി വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ കാറ്റാടി മരത്തിന്റെ അടിയില് സന്ധ്യ സമയായി. ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഒരു കൽപ്രതിമ പോലെ, ഇരുട്ടും ഒരു ഭൂതം പോലെ ആ കുട്ടിക്ക് തോന്നുവോ? എന്നെ കണ്ട തോന്നോ? എന്നെ കണ്ട പേടിക്കുവോ ആ കുട്ടി? ഇവിടെ എന്നെ കണ്ട ആ കുട്ടി പേടിക്കുവോ? ഒന്ന് പറയൂ, പേടിക്കുവോ? പേടിക്കില്ലേ? അല്ലെങ്കിൽ എന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഞാനും നിങ്ങളെ പോലെ ഒരാളാണ്, എന്നെ പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഒരു അവസ്ഥ നോക്കൂ, ഒരു കുട്ടി എന്റെ മുഖത്ത് നോക്കി ചിരിക്കണം, അതാണ് എന്റെ ഒരു ആഗ്രഹം. എന്തറിയോ, അങ്ങനെ ആരും ഇല്ല എനിക്ക്. എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും ആരും എനിക്ക് ഇല്ല. അതുകൊണ്ടാണ്. ആ കുട്ടി എന്നെ നോക്കി ചിരിച്ചു, ആ കുട്ടി എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. വിശുദ്ധിയുടെ കണ്ണാടി പോലൊരു മുഖം, സ്വതേ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മുഖം, ചിരിച്ചപ്പോ ഒന്നും കൂടി ഭംഗിയായി. എനിക്ക് എന്തായാലും വലിയ സന്തോഷായി. ആ കുട്ടി, ആ കുട്ടിയുടെ അനിയനും അനിയത്തിയുടെ ഒപ്പം നടന്നു പോണത് ഞാൻ നോക്കി നിന്നു. ആ കുട്ടി വന്നോ എനിക്കറിയില്ല, എന്റെ മനസ്സിന്റെ തോന്നലാണോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതിനെ അധികം വിശകലനം ചെയ്യണില്ല. എനിക്ക് ഈ നിമിഷം അത് വലിയ ഇഷ്ടപ്പെട്ടു. ഇനി നോക്കൂ, ഞാൻ പുതിയൊരു മനുഷ്യനായി, അത് ഇത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ കഥ നിങ്ങൾക്ക് കേൾക്കണോ? അത് ഞാൻ പറയാട്ടോ. 1 കൊല്ലം മുമ്പേ നിഗൂഢമായ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഈ നഗരത്തിൽ വന്നത്. അതെന്താ അറിയോ? ആത്മഹത്യ ചെയ്യണം. ഓക്കെ, ഞാൻ ആത്മഹത്യ, ഓക്കെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച ഒരാള് ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും? എനിക്കിപ്പോ ഇന്ന് വൈകുന്നേരം പോയിട്ട് ആത്മഹത്യ ചെയ്യണം എന്നുണ്ട്, ഞാൻ എന്തായിരിക്കും ചെയ്യുക? ആഗ്രഹങ്ങൾ നിറവേറ്റും, അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ഇന്ന് വൈകുന്നേരം ആത്മഹത്യ ചെയ്യണം, അതിന്റെ ഇടയിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? വൈകുന്നേരം ഏ സിനിമ കാണാം. ആ, സിനിമ കാണാം. എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോ വളരെ അരസികനായിട്ടുള്ള ഒരാളാണെന്ന് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിലെ എല്ലാ സുന്ദരമായ വസ്തുക്കളും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കവിതകൾ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, സിനിമ കാണാൻ ഇഷ്ടമാണ്, നല്ല സൗഹൃദങ്ങൾ ഇഷ്ടമാണ്. കുറെ ആളുകളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് അകമഴിഞ്ഞ്. പക്ഷെ അവരാരും എന്നെ സ്നേഹിച്ചതായി എനിക്ക് തോന്നാത്തതാണോ എനിക്കറിയില്ല, സ്നേഹിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
വേറെന്താ ചെയ്യാൻ പറ്റുക അറിയോ? എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് യാത്ര പറയാ. ഞാൻ മരിക്കാൻ പോവാണ്, പോട്ടെ ഇട്ടോ, അങ്ങനെ പറയല്ല, യാത്ര പറയാ. ഓക്കെ. ഏഹ് ഞാന് എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ എന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീട്ടിൽ പോയി പറഞ്ഞു, ഞാൻ ഇനി എപ്പോഴാ ഞാൻ വരാന്നറിയില്ല, തിരിച്ചു വരാൻ പറ്റുകയെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ യാത്ര പറയാൻ വന്നത്. ചിലവരൊക്കെ ഇതെന്താ ഇയാൾ ഈ നേരത്ത് വന്നിറക്കണ, അങ്ങനെ വിചാരിച്ചു. ചിലവരൊന്നും വിചാരിച്ചില്ല. എന്താ പറയാ, എന്റെ സ്വഭാവം അറിയാം, ഇന്ന് ഇവിടെ കണ്ട നാളെ ഞാൻ വേറെ വല്ല സ്ഥലത്തുമായിരിക്കും. അതുകൊണ്ട് അവർക്ക് അധികം അമ്പരപ്പൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ മൈതാനം പള്ളി ഇവിടെ കുറെ കറങ്ങി നടന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു സിനിമയ്ക്ക് പോവാം. ഏ ആത്മഹത്യ ചെയ്യാൻ പോണ ആള് സിനിമയ്ക്ക് പോവാ, അതിനിപ്പോ എന്താ പ്രശ്നം? ഒരു സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് ഞാൻ ഏറ്റവും അവസാനത്തെ സീറ്റിലേ ഇരിക്കൂ. എന്താ അറിയോ, അവിടെ ഈ സ്വസ്ഥതയും സമാധാനവും കിട്ടില്ലേ. അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യും. പിന്നെ ചില ആൾക്കാരുണ്ട് എങ്ങനെയാ വെച്ചാൽ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ കഥയൊക്കെ ഇരുന്ന് പിന്നാലെ പറയും, അതോ ഇപ്പൊ വില്ലൻ വരട്ടോ, വില്ലൻ അതാ എന്താ ഹീറോനെ അടിക്കട്ടോ, കണ്ടോളൂട്ടാ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നിലത്തെ സീറ്റില്, മാറ്റിയാണ് പിന്നിലത്തെ സീറ്റിൽ പോയിട്ട് ഇരുന്നു. സിനിമ തുടങ്ങാറ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ ഈ കഥ പറയുമ്പോ, എന്റെ കഥ പറയുമ്പോ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ശ്രദ്ധിച്ചോ? എന്താന്നറിയോ? ഇംഗ്ലീഷ് നല്ലോണം അറിയും, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ ഇങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ തിരികെ വെക്കും. ഓക്കെ. ഞാൻ കേറിയിരിക്കുന്നത് ഇംഗ്ലീഷ് സിനിമയ്ക്കാണ്, മലയാളവും തമിഴൊന്നും അല്ല. ഇംഗ്ലീഷ് സിനിമ കാണാനാണ് ഞാൻ കയറിയിരിക്കണത്. അത് ആരും അഭിനയിച്ചിരിക്കണ അറിയോ? നിങ്ങൾക്ക് അറിയണ്ടാവില്ല. പഴയ ഒരു നടൻ ഡേവിഡ് ഫാരർ, ഗൂഗിൾ ചെയ്താന്ന് കാണും. ഡേവിഡ് ഫാരർ എന്നുള്ള നടനെ കാണും. ഭയങ്കര ഒരു പരുക്കൻ മുഖമാണ് ഈ ഡേവിഡ് ഫാരറുടെ. കണ്ടാൽ തന്നെ പേടി. ഗൂഗിൾ ചെയ്താൽ ചിലപ്പോ കാണില്ല, അതിൽ ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ടാ വരിക. അപ്പൊ സിനിമയിലെ സ്ക്രീനിലൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഓക്കെ. ഡേവിഡ് ഫാരർ സിനിമ കാണാൻ ഞാൻ ലാസ്റ്റ് പോലെ അങ്ങോട്ട് കയറിയിരുന്നു. അപ്പൊ വൃന്ദാവനവും നന്ദകുമാരനും യാവർക്കും പൊതു സെൽവമன்றോ. താരം ഒരു കുട്ടി, ഒരു കുട്ടി വേറെ രണ്ട് കുട്ടികളെ കൂട്ടി സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ആ കുട്ടി ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്റെ സമാധാനവും സുഖവും സന്തോഷവും ഈ കുട്ടി ഇന്ന് കെടുത്തും. എന്റെ അടുത്ത് വന്നിരിക്കരുതേ ഇരിക്കരുതേ ഇരിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ കുട്ടിയുടെ അനിയുണ്ട്, അനിയത്തി ഉണ്ട്. വൃന്ദാവനവും നന്ദകുമാരനും യാവർക്കും എന്റെ അടുത്ത് വന്നിരുന്നു. എന്റെ അടുത്ത് തന്നെ വന്നിരുന്നു. ഭാഗ്യത്തിന് സിനിമ തുടങ്ങി. സിനിമ തുടങ്ങിട്ടോ. ഇനി സിനിമയുടെ കഥ കേൾക്കണോ? അത് അതിനെക്കാട്ടിലും വലിയൊരു ഇൻട്രസ്റ്റിംഗ് സിനിമയൊന്നുമല്ല. ഒരു രണ്ടാൾക്കാര് ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ രണ്ടാൾക്കാര് തമ്മിലുള്ള അടി, അതാണ് തുടക്കം. ഈ രണ്ടാൾക്കാര് തമ്മിൽ അടിക്കാണ്. വലിയൊരു ഗോശാലയാണ്, ഒരു ഫാമാണ്. അവിടെ കുറെ മൃഗങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ടാൾക്കാര് കൂടിയിട്ട് ഈ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് തമ്മിത്തല്ലാണ്. അപ്പൊ കുതിര ഓടുക. അപ്പൊ ഈ കുട്ടി എന്റെ അടുത്തിരുന്നിട്ട് പറയാം, അവിടെ നേരത്തെ അത് സിനിമയിൽ നടക്കുന്നത്. ഈ കുട്ടിയുടെ പ്രത്യേക സൗണ്ട് എഫക്റ്റ് ആവശ്യമുണ്ടോ? അയ്യോ എന്ന് പറയാ. ഡേവിഡ് ഫാരറുടെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോ ഈ കുട്ടി, എനിക്കും പേടിയായി. എനിക്കും ഡേവിഡ് ഫാരറുടെ മുഖം കണ്ടിട്ട് ഭയങ്കര പേടിയായി. പക്ഷെ ഞാൻ ഇങ്ങനെ പറയോ, സിനിമ, എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് സിനിമ കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, ഒട്ടും ഇഷ്ടമല്ല. ആ ഒരാക്രമിയുടെ കയ്യില് വെടിയേറ്റപ്പോ ഈ കുട്ടി പറയാ, എന്ത് സഭ. എനിക്ക് സന്തോഷമുണ്ട് ഈ കുട്ടിയുടെ വക ഒരു അഭിനയം. ഓ നോക്കൂ,
എങ്ങനെങ്കിലും ഒന്ന് ഈ സിനിമ കണ്ടു തീർക്കണം. പക്ഷെ പിന്നൊരു കാര്യം ഉണ്ടായി. എന്തറിയോ? ആ കാര്യത്തില് ഈ കുട്ടിയോടുള്ള എന്റെ എല്ലാ ദേഷ്യവും പതുക്കെ പതുക്കെ അലിഞ്ഞില്ലാതെയാണ് പോലെ തോന്നുന്നു. ഈ കുട്ടി എന്നോട് ചോദിച്ചു, എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു തരുമോന്ന്. ഇംഗ്ലീഷ് അല്ലേ, അതിന് മനസ്സിലാവണില്ല. അപ്പൊ പക്ഷെ അതല്ല കാര്യം. എന്റെ ഈ ചപ്പറ പറയാന്നുള്ള മുടിയും കീറിയ ഷർട്ടും ഒക്കെ കണ്ടിട്ടും ആ കുട്ടിക്ക് തോന്നി എനിക്ക് ഇംഗ്ലീഷ് അറിയാം. അതാണ് എനിക്കതാണ് ആ കുട്ടിയെ ഭയങ്കര ഒരു അടുപ്പം. പെട്ടെന്ന് എനിക്ക് ആ കുട്ടിയോട് ഒരു അടുപ്പം. അപ്പൊ ആ കഥ പറഞ്ഞു തരാം പറഞ്ഞു. എന്നിട്ട് ഞാൻ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പൊ കഥ നല്ല ഇഷ്ടായിത്രേ. കഥ ഇഷ്ടായപ്പോ ആ കുട്ടി എനിക്കൊരു ചോക്ലേറ്റ് തരിക. എനിക്കൊരു ചോക്ലേറ്റ് ആ കുട്ടി എടുത്ത് തരിക. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട. അപ്പൊ പറയാം, നിങ്ങൾ എന്താ ചോക്ലേറ്റ് കഴിക്കാറില്ലേ? അമ്മ ചോക്ലേറ്റ് ഒന്നും തരാറില്ലേ നിങ്ങൾ? ആ അത് ശരി, ഞാനും 6ാം ക്ലാസ്, ആ കുട്ടി 6ാം ക്ലാസ്, എന്റെ അതേ പ്രായമാണെന്നാണ് ആ കുട്ടിയുടെ വിചാരം. ആ അപ്പൊ ഞാൻ ചോക്ലേറ്റ് വാങ്ങി കഴിച്ചു. എന്നിട്ട് എന്നോട് ചോദിക്കുക, ഞാൻ ഒരു പാട്ട് പാടി തരാട്ടോ, എനിക്ക് നിങ്ങൾ കഥ പറഞ്ഞതിന് എങ്ങനെയെങ്കിലും ഒക്കെ താങ്ക്സ് പറയണം. ഞാൻ ഒരു പാട്ട് പാടി തരാം. ചന്ദാരേ ജാരെ ജാരെ पिया से संदेशा मोरा कहियो जाए ചന്ദാരേ ജാരെ ജാരെ. ആദ്യം തമിഴ് പാട്ട്, ഇപ്പൊ ഹിന്ദി പാട്ട്. എങ്ങനെ ഇതൊക്കെ അറിയണ? ഹോ, ഈ കുട്ടി പതുക്കെ നോക്കൂ, എന്റെ മനസ്സില് പതുക്കെ 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 ചില മാറ്റങ്ങള്, പരിവർത്തനങ്ങൾ നടക്കുന്നത് ഞാൻ അറിഞ്ഞു. അപ്പൊ ആ കുട്ടി എന്നോട് ചോദിക്കുക, അടുത്ത ആഴ്ചയും സിനിമ കാണാൻ വരുമോന്ന്. ഈ ആത്മഹത്യ ചെയ്യാൻ വന്നാൽ അടുത്ത ആഴ്ച സിനിമ കാണാൻ വരുമോ ചോദിച്ചാൽ എന്താ ഞാൻ പറയാ? അപ്പൊ ഞാൻ ഒരു തമാശ പോലെ പറഞ്ഞു, ആ അമ്മ സമ്മതിച്ചാ വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മോട് പറയൂട്ടോ ഞാൻ വരും അടുത്ത ആഴ്ച എന്ന് അമ്മോട് പറയണട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി പോയി. ആ കുട്ടി പോയി. ആ കുട്ടി പോണം എന്നെനിക്ക് ഉണ്ടായിരുന്നില്ല. ആ കുട്ടി എന്നെ വിട്ട് പോണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയെ കുറിച്ച് ഞാൻ ആലോചിച്ചു. ആ കുട്ടി വളർന്നു വലുതാവുന്നതും അത്ര കല്യാണം കഴിയണതും ഒക്കെ ഞാൻ ആലോചിച്ചു. ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു. നോക്കൂ, നിങ്ങൾക്ക് തോന്നിയില്ലേ, ഞാൻ എപ്പോഴും മറ്റുള്ളവരെ പറ്റി പറയുമ്പോ വളരെ നെഗറ്റീവായിട്ടാണ് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയണത്. ആർക്കും സന്തോഷമില്ല, എല്ലാവരും എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കാണ്. എന്റെ മനസ്സ് അങ്ങനെയാണേ. ചിലപ്പോ ആൾക്കാരൊന്നും അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നണം. അപ്പൊ ഞാനും ഈ കുട്ടിയും തമ്മിൽ ഞാനൊന്ന് ഉപമിച്ചു നോക്കി. ഈ കുട്ടി നോക്കൂ, സ്വയം സന്തോഷിക്കുന്ന ഒരു കുട്ടി. അതിന് ഒരു കാരണവും വേണ്ട സന്തോഷിക്കാൻ. ഈ കുട്ടിക്കോ മറ്റുള്ളവര് നല്ലോണം സന്തോഷിക്കണം എന്നുണ്ട്. എന്നെ സന്തോഷിപ്പിച്ചു. ഇതുവരെ എനിക്ക് ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയില് ഞാനിങ്ങനെ അടച്ചിട്ട പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരു പനിനീർ പൂക്കളും സൂര്യപ്രകാശവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു മൈതാനത്തിലേക്ക് ആരോ എന്നെ തുറന്നു വിട്ട പോലെ എനിക്കൊരു തോന്നല്. അതും ഈ കുട്ടിയുടെ കുറച്ചു നേരത്തെ ഒരു സാന്നിധ്യം കൊണ്ട്. അന്നത്തെ ദിവസം വൈകുന്നേരം ഞാൻ എന്റെ മുറിയുടെ ഉള്ളിൽ പോയി. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ മരിച്ചില്ല. ഞാൻ മരിച്ചില്ല. എന്തായിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? എന്റെ മനസ്സിന് സന്തോഷമൊക്കെ കിട്ടി. എന്നാൽ എനിക്ക് അഹന്ത ഉണ്ട്, ഒരു അഹന്ത, ഒരു പൊള്ളയായിട്ടുള്ള ഒരു അഹന്ത ഉണ്ട് എനിക്ക്. ഞാൻ വെച്ച കാല് പിന്നിലേക്ക് വെക്കില്ല. അപ്പൊ ഞാൻ മരിക്കണം തീരുമാനിച്ചു, ഞാൻ മരിക്കും. ഞാൻ വിഷം കുടിച്ചു, പക്ഷെ മരിച്ചില്ല. ഒരു പക്ഷെ മരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ഞാൻ വിഷം കുടിച്ചത്. ഇംഗ്ലീഷൊക്കെ അറിയണോണ്ട് ഞാൻ ഇംഗ്ലീഷ് വാക്കിൽ പറയാം, ഞാനൊരു അറ്റൻഷൻ സീക്കറാണ്. എനിക്ക് സംശയം തോന്നി. ആയിരിക്കും മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ. ആണോ?
അതോ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? ശരിക്കും എന്റെ ജീവിതം ഇത്ര ദുസ്സഹമാണോ? എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, ഞാൻ നോക്കൂ, ആ കുട്ടിയെ ഞാൻ ഇനിയും കണ്ടുമുട്ടുമായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഈ മഞ്ഞത്ത്, സന്ധ്യ ആവാറായി, ഇരുട്ടാവാറായി. എന്തായാലും ഞാൻ ആ കുട്ടിയെ ഇനിയും കണ്ടുമുട്ടും. ചിലപ്പോ ഒരു 400 500 600 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ ആ കുട്ടിയെ കണ്ടുമുട്ടുക. പക്ഷെ ഞാൻ കണ്ടുമുട്ടും. നിങ്ങൾ എല്ലാവരും കണ്ടുമുട്ടും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ കുട്ടിയെ കണ്ടുമുട്ടും. എപ്പോഴാണെന്നറിയോ? നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ റോബർട്ട് ഫ്രോസ്റ്റ് എന്നുള്ള കവിയൊക്കെ എഴുതിയിട്ടുണ്ട്. 2 റോഡ് ഇങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവുക, അതിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക. സംശയം, ദുർഘടവും ദുർഗമവുമായ ആ റോഡല്ല കേട്ടോ ദുർഘടം. നമ്മുടെ മനസ്സ് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സംശയിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ട് വല്ലാത്ത, നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു സമയത്ത് ഞാൻ തീർച്ചയായും ആ കുട്ടിയെ ഇനിയും കണ്ടുമുട്ടും. നിങ്ങളും ഇനിയും കണ്ടുമുട്ടും. പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ. ചിലപ്പോ അത് പ്രകാശം പരത്തുന്ന ഒരു ആശയമായിരിക്കും, പെൺകുട്ടി തന്നെ ആയിരിക്കില്ല. പ്രകാശം പരത്തുന്ന ഒരു വസ്തുവായിരിക്കും, ഒരു പ്രകാശമായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ആ കുട്ടിയോടോ ആ വസ്തുവിനോടോ ആ എന്റെ തോന്നലിനോടോ ഞാൻ എന്തെങ്കിലും ഞാൻ പറയും. എന്ത് പറയും? എന്നെ വിട്ടു പോവരുത്, എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം, എന്നെ വിട്ടു പോവരുത് എന്ന് ഞാൻ പറയും. കഴിഞ്ഞു. നോക്കൂ, ഞാൻ ഇത് ഓക്കെ ആയോ? ആയി. ഓക്കെ, സൂപ്പറിനൊന്നും പറയണ്ട. ഓക്കെ, സൂപ്പർ ആയോ? ശരി, താങ്ക് യു. അപ്പൊ ഞാൻ എങ്ങനെ വിചാരിച്ചത് ഈ കഥ എടുക്കുമ്പോന്ന് ഞാൻ പറയാം. ഞാൻ ഈ കഥ 3 തരത്തിൽ വായിച്ചു നോക്കി. ഞാൻ സത്യം പറയാ, ഈ കഥ ഞാൻ നേരത്തെ വായിച്ചിട്ടില്ല. ടി പത്മൻ സാറ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഒരുപാട് കഥകൾ ഞാനിങ്ങനെ മറിച്ച് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി ഒക്കെ വായിച്ചിട്ട് ഞാൻ ബോധം കെട്ട് വീണു. എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത്ര ഗംഭീരമായ, ഇത് ഗംഭീരല്ല എന്നല്ല, പക്ഷെ ഇതിൽ ചില സംഭവങ്ങളുണ്ട്. എന്താ വെച്ചാല് ഇത് കാലങ്ങൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കണം. പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക്, പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്ക്. ശരിക്കും ഒരു തോണിയിൽ ഇങ്ങനെ തുഴയുന്ന ഒരു ഓളത്തിൽ ഇങ്ങനെ പോണ പോലെ ഒരു കഥ. അപ്പൊ തോന്നി എനിക്കാണെങ്കിൽ മരണം എന്നുള്ള തീം വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇതന്നെ എന്റെ മനസ്സ് കയറി ഉടക്കി ഈ കഥയില്. അപ്പൊ ഞാൻ ഈ കഥ 3 തരത്തിൽ വായിച്ചു. ആദ്യം വായിച്ചപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ രീതിയിൽ ഒരു കഥ പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വായിക്കാം. എങ്ങനെ അറിയോ? ആദ്യം ആ കഥ ഞാന് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വായിച്ചു. എനിക്ക് ആ കഥയോട് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. അത് എഴുതി വെച്ച അതേപോലെ എന്താ കാര്യം എന്ന് മനസ്സിലാവാൻ ഓടിച്ചങ്ങോട്ട് വായിച്ചു. ഓക്കെ, രണ്ടാമത് ഞാൻ വായിച്ചു. രണ്ടാമത് വായിച്ചപ്പോ അതിന്റെ അന്തരാർത്ഥങ്ങളും അതിന്റെ വൈകാരിക തലങ്ങളും അതിന്റെ സിംബോളിസവും ഇമേജസും എല്ലാം ഈ കെട്ടുപടഞ്ഞ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉൾക്കൊണ്ട് ഞാൻ വായിച്ചു. അപ്പോഴും അത് വേർപെടുത്തിയോ? ഗ്രേറ്റ്. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ നീട്ട് കെട്ടിട്ട് ഓക്കെ. അപ്പൊ ഞാൻ രണ്ടാമത് വായിച്ചത് അതിന്റെ ഉള്ളിലേക്ക് കേറി വായിച്ചു. ഈ അന്തരാർത്ഥങ്ങൾ, സിംബോളിക് ആയിട്ടുള്ള മീനിങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴും അത് ഡിറ്റാച്ച്ഡ് വായന തന്നെയാണ്, ഒരു സുഖിലിയത്തെ സാധനമാണ്. മൂന്നാമതൊരു വായന ഉണ്ട്, അതാണ് ഭയങ്കര ഗംഭീര വായന. മൂന്നാമത്തെ വായനയില് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ ആ കഥയിൽ ഞാൻ ജീവിച്ചു. എനിക്കും ഇങ്ങനെ ഉണ്ടായ എന്തുണ്ടാവും, താതാത്മ്യം പ്രാപിച്ചു വായിക്കുക പറയില്ലേ, അങ്ങനെ സാധ്യമാകുമ്പോഴാണ് നമുക്കൊരു കഥ പറയാൻ പറ്റണത് എന്നാണ്. ഈ കഥ ഇനി സൂപ്പർ ആയിട്ടില്ലെങ്കിലും ഞാൻ അത് പറഞ്ഞ് അതിന് മിഴിവ് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ആത്മാർത്ഥമായ ഇഷ്ടം, ഒരു അടിമ മനസ്സാണ് എനിക്ക് ഈ കഥയോട്. അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യാൻ എനിക്ക് പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഏത് കഥ നിങ്ങൾ പറയാൻ എടുക്കുമ്പോഴും നിങ്ങളും കഥാകൃത്തും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും എല്ലാം കൂടി നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കഥ നിങ്ങൾ എടുക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങളും അതിൽ വരണം.
കഥാകൃത്തും അതിൽ വരണം, സന്ദർഭങ്ങളും അതിൽ വരണം, അതിന്റെ എന്തുവാ വേറെന്താ വരേണ്ടത്, എല്ലാം വരണം. ഇത് അങ്ങടും ഇങ്ങടും ഡില്ലി ഡാലിങ് ആണ്. കുറച്ചു നേരം കഥ പറയുന്നത് ഞാനാണ്, കുറച്ചു നേരം കഥ പറയുന്നത് അതിലത്തെ നായകനാണ്, കുറച്ചു നേരം കഥ പറയുന്നത് ടി പത്മനാഭനാണ്. ഇതൊക്കെ ഇങ്ങനെ മാറി 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 കളിക്കുമ്പോഴാണ് നമുക്ക് നല്ലോണം രസിച്ച് കഥ പറയാൻ പറ്റുക. കഥ പറയാൻ തുടങ്ങുമ്പോ പല തടസ്സങ്ങളും ഉണ്ടാവും ട്ടോ. അപ്പൊ ഞാൻ ടീച്ചറെ മുഖത്ത് നോക്കുമ്പോ അയ്യോ ടീച്ചർക്കൊക്കെ ഓൾറെഡി ക്ലാസ്സിൽ കഥ പറയാൻ അറിയുണ്ടാവും, എന്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മനസ്സിങ്ങനെ എന്റെ കഥ നന്നല്ല പറയല്, അങ്ങനെ പല 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 തോന്നലും ഉണ്ടാവും കഥ പറയാൻ മുമ്പിൽ നിൽക്കുമ്പോ. നിങ്ങക്ക് അയ്യോ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവോ ആവോ, സാറ് നേരത്തെ കഥ എഴുതുന്ന ആളാണ്, എന്താ വിചാരിക്കും, ഇങ്ങനത്തെ 100,000 സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഇതൊക്കെ ഹേർഡിൽസ്, ഇതൊക്കെ ചാടിക്കടന്ന് 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 നമ്മള് കഥ പറയണം. കാരണം എന്താ വെച്ചാൽ ആ കഥ നമുക്ക് ഇഷ്ടമാണ്, ആ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതിനോടുള്ള ആത്മാർത്ഥത. ഓക്കെ, ആ കഥയോട് അത്രയ്ക്ക് നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ എടുത്ത് ചെയ്താൽ, ആര് ഏത് കഥ എടുത്ത് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥ എടുത്ത് ചെയ്താൽ നന്നാവും. ഓക്കെ, യെസ്, താങ്ക് യു. ഇത്രേ ഉള്ളൂ. അതാണ് എന്തെങ്കിലും എന്ത് ചോദിക്കാനുണ്ടോന്നാണോ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങള് കോമ്പറ്റീഷന് പങ്കെടുക്കണ ആരെങ്കിലും ഇതിലുണ്ടോ? കഥ മത്സരത്തിന് ഇവിടെ കേൾക്കാനിരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കഥ പറച്ചിൽ മത്സരത്തിന് പേര് കൊടുത്ത ഉണ്ടല്ലേ? എനിക്കൊരു സംശയം തോന്നിട്ടോ. ശരിക്കും ഞാൻ കളിയാക്കി പറയല്ല. അപ്പോ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവൂല്ലേ? എന്നിട്ട് അത് ഏ കേട്ട കഥയാണ്, ഒരു സ്ഥലത്തുനിന്ന് കേട്ട കഥയാണ്, ആരും എഴുതിയതല്ല. ഓ ഓക്കെ, ശരി. അപ്പൊ ഈ എന്താണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടത്തണമെന്ന് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോ തന്നെ അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാ, പങ്കെടുക്കാത്തവർക്കാണെങ്കിലും മനസ്സിൽ ഒരു കഥ വിചാരിക്കും. കഥ വിചാരിച്ചിട്ട് ഇത് ഞാൻ എങ്ങനെ പറയണ്ടെന്ന് വിചാരിക്കും. പിന്നെ ഇത് പറയണ്ടാന്ന് തീരുമാനിക്കും. പറയണ്ടാന്ന് തീരുമാനിച്ചാലും നന്നായി, ഒരു കഥയെ പറ്റി വിചാരിച്ചൂലോ, അത് മതി. അതാണ് പറയണമെന്ന് ചിലവര് വിചാരിക്കും, ആ പറയണമെന്ന് വിചാരിച്ചാൽ വളരെ നന്നായി. ഇതാണ്. അപ്പൊ അത് ഭയങ്കര ഗംഭീര ഒരു സംഭവമാണ് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ്. പിന്നെ എനിക്ക് അങ്ങടുള്ള ഒരു സംശയം ഞാൻ ചോദിക്കാം. ഇങ്ങനെ മുതിർന്ന എഴുത്തുകാരെ എഴുതി വെച്ച കഥകൾ നമ്മൾ പറയേണ്ടതുണ്ടോ? നിങ്ങൾ വായിച്ചാൽ പോരെ? ഒരാൾ ഇരുന്ന് വായിച്ചാൽ പോരെ? അതിനല്ലേ എഴുതിയിരിക്കണ? കഥകളൊക്കെ വായിക്കപ്പെടാനാ എഴുതിയിരിക്കുക, പറയപ്പെടാനല്ല, റീടെൽ ചെയ്യപ്പെടാനൊന്നും അല്ല കഥകൾ എഴുതിയിരിക്കണം. അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ? ഈ കഥ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്റെ മനസ്സിലുള്ള സംശയമാണ് അത്. എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല. എത്ര പറഞ്ഞു തന്നാലും അതിന്റെ ഉത്തരം എനിക്ക് അറിയൂല്ല തോന്നുന്നു. എന്താ നിങ്ങക്ക് തോന്നണം? എന്തറിയോ, എനിക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം വെച്ചാൽ, ഒരു ഇപ്പൊ സാർക്കൊക്കെ അറിയണ്ട, ഒരു കഥ എഴുതാൻ തുടങ്ങുമ്പോ അത് അതിന്റെ ഒരു ഓർഗാനിക് അവസ്ഥയിലായിരിക്കണേ. കഥ മനസ്സിൽ വരുമ്പോ, എനിക്കറിയില്ല അങ്ങനെയാണോ, ഞാൻ എഴുതാറില്ല, അത് വളരെ ഓർഗാനിക്, ഒരു ജൈവികമായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. പിന്നെ അതിനെ ഞെക്കിപ്പിഴിഞ്ഞ് കൺട്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാക്കി നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോ അത് വളരെ ഒരു പ്ലാസ്റ്റിക് സാധനമായി മാറുകയാണ്. ശരിക്കും ഈ സ്പോണ്ടേനിയസ് ആക്ട് ഓഫ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് മാത്രമൊന്നുമല്ല, നമ്മളുടെ പരിശ്രമവും കൂടി വേണ്ടേ അതില്. അപ്പൊ ആ പരിശ്രമം വരുമ്പോ അതിലൊരു പ്ലാസ്റ്റിസിറ്റി വരുന്നുണ്ട് നമ്മൾ എഴുതണ സാധനങ്ങളില്. പിന്നെ അത് ആൾക്കാർ വായിക്കപ്പെടുമ്പോഴാണ് വീണ്ടും അതിന്റെ ഒരു ഓർഗാനിക് അവസ്ഥയിലേക്ക് വരണത് എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല. അതേപോലെ തന്നെ ഈ പറയുമ്പോഴും അതെ, ഒരു കഥയുടെ ഉള്ളില് സൈലൻസസ് ഉണ്ട്. ഒരു എഴുതി വെച്ച കഥയുടെ ഉള്ളില് നിറയെ സൈലൻസസ് ആണ്. ആ എന്താ പറയാ, നിശബ്ദതകളാണ്. അത് ബ്യൂട്ടിഫുൾ, അത് പോയട്രി ആണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ നിശബ്ദമായി കണ്ടെടുക്കേണ്ട സാധനങ്ങള്, വളരെ നിശബ്ദമായി ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ് ഒരു കഥ. നമ്മൾ അതിനെ ഉണർത്തി വിട്ട് ശബ്ദ കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ വെച്ചിട്ട് സൗണ്ട് എഫക്റ്റ് ഒക്കെ കൊടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കലാണ് ഈ കഥ സ്റ്റോറി ടെല്ലിംഗ്. എനിക്കൊരു അഭിപ്രായം ഉണ്ട്, എന്നെ കുറിച്ചിട്ടും എനിക്ക് അഭിപ്രായം ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഉണ്ട്. അത് അത് ശരിയാണോന്ന്? അല്ല, അല്ല.
എനിക്ക് അങ്ങനെ കുറെ കഴിയുമ്പോ എനിക്ക് തോന്നും എന്നെ സ്റ്റോറി ടെല്ലിംഗ് നിർത്തണോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എവറി ടൈം ഐ എം മർഡറിങ് എ സ്റ്റോറി വൈൽ ടെല്ലിംഗ് ഇറ്റ് എന്ന് തോന്നാറുണ്ട്.